ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ പുതിയ നമ്മുടെ ചാപ്റ്റർ തുടങ്ങുകയാണ്. കൈനറ്റിക് തിയറി എന്ന് പറയുന്ന വളരെ സിമ്പിളായിട്ടുള്ള ചെറിയ ചാപ്റ്ററാണ്. അപ്പം വളരെ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററും കൂടിയാണ്. ഇതും നിങ്ങൾ ഈ പറഞ്ഞതുപോലെ കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. നോക്കിക്കോളൂ കേട്ടോ. കൈനറ്റിക് തിയറി എക്സ്പ്ലെയിൻ ദ ബിഹേവിയർ ഓഫ് എ ഗ്യാസസ് ബേസ്ഡ് ഓൺ ദ ഐഡിയ ദാറ്റ് ദ ഗ്യാസ് കൺസിസ്റ്റ് ഓഫ് rapidly moving atoms or molecules. The kinetic theory was developed in 19th century by Maxwell, Boltzmann and others. കൈനറ്റിക് തിയറി എന്ന് പറയുന്നത് ഗ്യാസ് മോളിക്യൂൾസിനെ കുറിച്ച് പറയുന്ന ഒരു തിയറിയാണ്. അതൊരു ഗ്യാസിലുണ്ടാകുന്ന മോളിക്യൂൾസ്, ഐഡിയൽ ഗ്യാസിൽ ഉണ്ടാകുന്ന മോളിക്യൂൾസ് ഐഡിയൽ ഗ്യാസാണ്. ബിഹേവിയർ ഓഫ് ഗ്യാസ്, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. BV=N μRT. ഇതൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞതാണ്. ഇനി വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ വെറുതെ സമയം കളയുന്നില്ല. ഗ്യാസ് സാറ്റിസ്ഫൈ ദിസ് ഇക്വേഷൻ എക്സാക്ട്ലി ഓൾ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ഈസ് ഡിഫൈൻഡ് ആസ് ടു ബി എൻ ഐഡിയൽ ഗ്യാസ്. BV=μRT എന്നുള്ള ഇക്വേഷൻ ഒബേ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഐഡിയൽ ഗ്യാസ് എന്ന് വിളിക്കുക. ബട്ട് R എന്ന് പറയുന്നത് NA×KB എന്നുള്ളതാണ്. NA എന്നുള്ളത് അവഗാഡ്രോ നമ്പർ, KB ഈസ് ബോൾട്സ്മാൻ കോൺസ്റ്റൻറ്റ്. രണ്ടും കോൺസ്റ്റൻറ്റുകളായതുകൊണ്ട് ആറും എന്തെന്നെ ഒരു കോൺസ്റ്റൻറ്റ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷന് എങ്ങനെ മാറ്റി എഴുതാം? PV=μ×NA/KBT എന്ന് എഴുതി കൊടുക്കുക. μ×NA എന്ന് പറഞ്ഞാൽ N ആണ്. N ഈസ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് ഗ്യാസ്. ദ പെർഫെക്റ്റ് ഗ്യാസ് ഇക്വേഷൻ can also be written as PV/NKBT എന്ന് എഴുതി കൊടുക്കുക. Then from the above equation PV/T is equal to a constant എന്ന് കിട്ടും. N-ഉം KB-യും കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് PV/T is equal to a constant എന്ന് നമുക്ക് കിട്ടും. പിന്നെ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട് അല്ലേ? പ്രഷറും P/Tയും തമ്മിലുള്ള ഒരു ഗ്രാഫാണ്. ഫ്രം ദ ഗ്രാഫ് ഇറ്റ് ഇസ് ക്ലിയർ ദാറ്റ് റിയൽ ഗ്യാസ് അപ്രോച്ചസ് ആൻ ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ അറ്റ് ലോ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ. റിയൽ ഗ്യാസ് ഒരു ഐഡിയൽ ഗ്യാസ് ആയിട്ട് മാറുന്നപ്പോൾ മാത്രമാണ് ലോ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും മാത്രമേ എന്ത് ചെയ്യുള്ളൂ? റിയൽ ഗ്യാസിന് ഐഡിയൽ ഗ്യാസിൻ്റെ ബിഹേവിയർ കാണിക്കുള്ളൂ. അല്ലാത്ത സമയത്തൊന്നും ബിഹേവിയർ കാണിക്കുന്നില്ല. ബോയിൽസ് ലോ ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ചാൾസ് ലോ പറഞ്ഞതാണ്. ഇനി വീണ്ടും വെറുതെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഡാൾട്ടൺസ് ലോ രണ്ടും കൂടിയത്. കൺസിഡർ എ മിക്സ്ചർ ഓഫ് നോൺ ഇൻട്രാക്റ്റിംഗ് ഐഡിയൽ ഗ്യാസ് μ1 മോൾസ് ഓഫ് ഗ്യാസ് 1 μ2 മോൾസ് ഓഫ് ഗ്യാസ് 2 PV=μ1 + μ2. ഇനി എത്ര ഉള്ളത് അതിന് കൂടി × RT എന്ന് കൊടുക്കുക. ദെൻ അതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. P=μ1 RT/V + μ2/RT/V അതായത് ഓരോന്നിൻ്റെയും പ്രഷറുകൾ തമ്മിൽ കൂട്ടിയാൽ മതി എന്നുള്ളതൊക്കെയാണ്. Total pressure of a mixture of ideal gas is the sum of partial pressure in this Dalton's partial pressures. ആണ് ഡാൾട്ടൺസ് ലോയിൽ പറയുന്നത്. ദെൻ ഈ ചാപ്റ്ററിൽ വളരെ കുറച്ച് മാർക്കിനാണ് വെയിറ്റേജ് ഉള്ളത്. ആ വെയിറ്റേജ് ചോദിക്കുന്നത് മിക്കവാറും എന്തായിരിക്കും? കൈനറ്റിക് തിയറി ഓഫ് എൻ ഐഡിയൽ ഗ്യാസിൻ്റെ പോസ്റ്റ്ലേറ്റ്സുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. 2-3 പോസ്റ്റ്ലേറ്റ്സ് എഴുതാനാണ് പറയുക. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എ ഗിവൺ എമൗണ്ട് ഓഫ് ഗ്യാസ് ഈസ് എ കളക്ഷൻ ഓഫ് ലാർജ് നമ്പർ ഓഫ് മോളിക്യൂൾസ് that are in the random motion. First postulate, at ordinary pressure and temperature the average distance between the molecules is very large compared to the size of molecule 2A. The interaction between the molecules is negligible. The molecules make elastic collision with each other and also with the wall of the container. As the collision are elastic, total kinetic energy and total momentum are conserved. ഇതിലെ ഏതെങ്കിലും ഒരു 3 പോസ്റ്റ്ലേറ്റ്സ് 4 പോസ്റ്റ്ലേറ്റ്സ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? 3 4 അത് പഠിച്ചു വെക്കുക കേട്ടോ. അത് എക്സാമിന് ചോദിക്കുന്നതാണ്. പ്രഷർ ഓഫ് എൻ ഐഡിയൽ ഗ്യാസ്, ഐഡിയൽ ഗ്യാസിൻ്റെ പ്രഷറിനെ കുറിച്ചാണ്. എ ഗ്യാസ് ഈസ് എൻക്ലോസ്ഡ് ഇൻ എ ക്യൂബ് ഓഫ് സൈഡ് L. ഒരു ക്യൂബിൻ്റെ L സൈഡ് വരുന്ന ഒരു ക്യൂബിൽ എന്ത് ചെയ്തു? ഒരു ഗ്യാസ് ഇങ്ങനെ നിൽക്കാമെന്ന് വിചാരിക്കുക. Consider a molecule moving in a positive x direction makes an elastic collision with the wall of the container. Momentum before collision എന്താണ്? M×Vx ആണ് വരിക. പിന്നെ ആഫ്റ്റർ കൊല്യൂഷൻ ഡയറക്ഷൻ മാറിയത് കൊണ്ട് കേട്ടോ മൈനസ് വന്ന് മൈനസ് എന്തായിരിക്കും? -mVx ആയിരിക്കും. അതായത് കൂട്ടിമുട്ടും വരുന്നതും തിരിച്ചു പോകുന്നതും 2 ഡയറക്ഷനിലല്ലേ. ചേഞ്ച് ഇൻ മൊമെൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? -mVx -2mVx ആയിരിക്കും. By the principle of conservation of momentum imparted to the wall
in the collision is equal to 2 mvx. ഡിസ്റ്റൻസ് കുറച്ച് കാര്യങ്ങളുണ്ട്, ഇക്വേഷൻ ഡെറൈവ് ചെയ്യാണ്. ഇത് ഞാൻ പറഞ്ഞ വായിക്കുന്നതിനെക്കാട്ടും നല്ലത് നിങ്ങൾ എന്തായിരിക്കും അത് വായിക്കുന്നതായിരിക്കും. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ മോളിക്യൂൾ ഇൻ എ ടൈം ഡെൽറ്റ ടി. ഡിസ്റ്റൻസ് കാണാൻ വെലോസിറ്റി ഇൻറ്റു ടൈം ചെയ്താൽ മതി, വി എക്സ് ഇൻറ്റു ഡെൽറ്റ ടി. വോളിയം കവേർഡ് ബൈ ദ മോളിക്യൂൾ എ വി എക്സ് ഡെൽറ്റ ടി. നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ ദിസ് വോളിയം എൻ ഇൻറ്റു എ വി എക്സ് ഡെൽറ്റ ടി. എൻ ഈസ് ദ നമ്പർ ഓഫ് ഡെൻസിറ്റി ഓഫ് മോളിക്യൂൾസ്. ഓൺലി ഹാഫ് ഓഫ് ദിസ് മോളിക്യൂൾസ് മൂവ് ഇൻ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ. നമ്പർ ഓഫ് മോളിക്യൂൾസ് ഹാഫ് എൻ എ വി എക്സ് ഡെൽറ്റ ടി എന്ന് കിട്ടും. ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് വിത്ത് വെലോസിറ്റി വി എക്സ് ഹിറ്റിംഗ് ദ വാൾ ഇൻ എ ടൈം ഡെൽറ്റ ടി ഏതൊക്കെയാണ്? ഇസ് ഈക്വൽ ടു ഹാഫ് എൻ എ വി എക്സ് ഡെൽറ്റ ടി എന്നാണ് കിട്ടുക. ടോട്ടൽ മൊമെൻറ്റം ട്രാൻസ്ഫർ ടു ദ വാൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 mvx ആണ്. ഇൻറ്റു നമ്പർ ഓഫ് മോളിക്യൂൾസ് കൊണ്ട് ഇൻറ്റു ചെയ്തു. ദെൻ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ കിട്ടി? ക്യൂ സി ഈക്വൽ ടു ടോട്ടൽ മൊമെൻറ്റം ഇത്തിരി നമ്മൾ ക്യൂ എന്നാണ് കൊടുക്കുന്നില്ല, അവിടെ ക്യൂ എന്നുള്ള ഇലക്ട്രോഡ് ഉപയോഗിച്ചു എൻ എം എ വി എക്സ് സ്ക്വയർ ഇൻറ്റു ഡി ടി. ദ ഫോഴ്സ് ഓൺ ദ വാൾ ക്യൂ ബൈ ഡെൽറ്റ ടി ആണ്. അതെങ്ങനെ കിട്ടി? ക്യൂ പറഞ്ഞാൽ എന്താണ്? പി ബൈ ഡെൽറ്റ ടി. ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി നമ്മൾ പഠിച്ച ഇക്വേഷൻ അല്ലേ? അവിടെ ഡെൽറ്റ പി എന്നുള്ളതിന് പകരം നമ്മൾ എന്ത് ചെയ്യാണ്? ക്യൂ എന്ന് കൊടുക്കുകയാണ്. ആ മൊമെൻറ്റത്തിനെല്ലാം നമ്മൾ ക്യൂ എന്ന് കൊടുത്തു, അപ്പോൾ അതാണ് അവിടെ കൊടുത്തുള്ളൂ കേട്ടോ. ദെൻ ആ ക്യൂവിൻ്റെ ഇക്വേഷനും കൂടി ഇതിലേക്ക് അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കണ്ടല്ലോ എഫ് സി ഈക്വൽ ടു എൻ എം എ വി എക്സ് സ്ക്വയർ എന്ന് കിട്ടി. ദെൻ പ്രഷറിലെ ഇക്വേഷൻ കൊടുത്തു, എഫ് ബൈ എ ആണ്. അങ്ങനെ അതിൽ എ വെട്ടിപ്പോവാണ് ചെയ്യുക. അങ്ങനെ എന്ത് കിട്ടും? എൻ എം വി എക്സ് സ്ക്വയർ എന്ന് കിട്ടും. ഓൾ മോളിക്യൂൾസ് ഇൻ എ ഗ്യാസ് ഡു നോട്ട് ഹാവ് ദ സെയിം വെലോസിറ്റി, സോ ആവറേജ് വെലോസിറ്റി ഇസ് ടു ബി ഗെയിൻ. ആവറേജ് വെലോസിറ്റി എടുക്കണം. ആവറേജ് വെലോസിറ്റി എടുക്കുമ്പോൾ ഒരു പ്രശ്നം കൂടിയുണ്ട്. ഇത് 3 ഡയറക്ഷനിലുണ്ടാവും. എക്സ് ഡയറക്ഷനും വൈ ഡയറക്ഷനും സെഡ് ഡയറക്ഷനും ഉണ്ടാവും. 3ലും ഈക്വൽ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. അങ്ങനെ ഈക്വൽ ആവേണ്ടിയിരിക്കുന്ന കണ്ടീഷനും കാര്യങ്ങളൊന്നുമില്ല, ഈക്വലാണ് കൺസിഡർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഒരു ഡയറക്ഷൻ എത്ര ആയിരിക്കും? 1/3 വി സ്ക്വയർ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ബട്ട് ആ എക്സ് ഡയറക്ഷനിൽ എന്തായിരിക്കും? 1/3 വി സ്ക്വയർ. വൈ ഡയറക്ഷനിലും അത് തന്നെ, സെഡ് ഡയറക്ഷൻ. ദെൻ പിയുടെ ഇക്വേഷൻ എന്ന് കിട്ടി 1/3 ടി എം വി സ്ക്വയർ എന്ന് കിട്ടും. കൈനറ്റിക് ഇൻട്രാപ്ഷൻ ഓഫ് ടെമ്പറേച്ചർ. കൈനറ്റിക് ഇൻട്രാപ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ആണ് നെക്സ്റ്റ് പറയുന്നത്. പി സി ഈക്വൽ 1/3 n/3 ആണെന്ന് അറിയാം. പി വി സി ഈക്വൽ ടു എന്ത് വന്നു? 1/3 n ഒരു വി കൊണ്ട് ഇൻഡ്യൂ ചെയ്ത്, വേറെ ഒന്നും ചെയ്യാനില്ല. ദെൻ n എന്ന് പറയുന്നത് n/n ആണ്. n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ ദ സാമ്പിൾ. ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസിനെയാണ് ക്യാപിറ്റൽ ലെറ്റർ n കൊടുക്കുക. സ്മോൾ ലെറ്റർ എന്നോ നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയത്തിനാണ് സ്മോൾ ലെറ്റർ n കൊടുക്കുക കേട്ടോ. അത് ആ ഇക്വേഷനിൽ കൊടുത്തു. നമുക്ക് പുതിയ ഇക്വേഷൻ കിട്ടി. ദ ക്വാണ്ടിറ്റി ഇൻ ബ്രാക്കറ്റ് is the average translational kinetic energy of the molecule in the gas. Average kinetic energy ആണ്. അതുകൊണ്ട് നമ്മുടെ ഇക്വേഷനെ വീണ്ടും മാറ്റി എഴുതി. പി വി സി ഈക്വൽ ടു 2/3 ഇ എന്ന് കിട്ടി. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്നത് പി വി സി ഈക്വൽ ടു എൻ കെ ബി ടി എന്നാണ്. ദെൻ അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് ചെയ്തു? പി വിക്ക് പകരം പി വി സി ഈക്വൽ ടു 2/3 ഇ എന്നാണല്ലോ, അത് കൊടുത്ത് നോക്കി. ദെൻ ഇയുടെ ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇ ബൈ എന്നിൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കി. ദെൻ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് എ മോളിക്യൂൾ എന്ന് പറയുന്നത് ബൈ n വന്നതുകൊണ്ടാണ് കേട്ടോ. ഈസ് പ്രൊപ്പോർഷണൽ ടു ദ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ഓഫ് ദ ഗ്യാസ്. ദിസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പ്രഷർ, വോളിയം ആൻഡ് നാച്ചർ ഓഫ് ദ ഐഡിയൽ ഗ്യാസ്. നോട്ട് പറഞ്ഞിട്ട് ദിസ് ഇസ് ദ ഫണ്ടമെൻ്റൽ റിസൾട്ട് റിലേറ്റിംഗ് ടു ടെമ്പറേച്ചർ, എ മൈക്രോസ്കോപ്പിക് മെഷറബിൾ പാരാമീറ്റർ. ടു ആവറേജ് കൈനറ്റിക് എനർജി അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിക് ക്വാണ്ടിറ്റി ഓഫ് എ ഗ്യാസ് മോളിക്യൂൾ, ദ 2 ഡൊമൈൻസ് ആർ കണക്റ്റഡ് ബൈ ദ ബോൾസമാൻ കോൺസ്റ്റൻറ്റ്. ബോൾസമാൻ കോൺസ്റ്റൻറ്റുമായിട്ടൊക്കെ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് എന്നുള്ളതാണ്. റൂട്ട് മീൻ സ്ക്വയർ ആർ എം എസ് സ്പീഡ് ഇ ബൈ എൻ സീക്വൽ ടു എന്താണ് നമുക്ക് കിട്ടിയത്? 3/2 ക്യാപിറ്റി എന്ന് കിട്ടിയല്ലോ. അതായത് ഇ ബൈ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോളിക്യൂൾസ്, ഈച്ച് മോളിക്യൂൾസിന് ഉണ്ടാകുന്ന കൈനറ്റിക് എനർജിയാണ്. കൈനറ്റിക് എനർജിൻ്റെ ഇക്വേഷൻ എന്താ? ഹാഫ് എം വി സ്ക്വയർ ആണ്. അപ്പോൾ അത് കൊടുക്കുക, 3/2 ക്യാപിറ്റി എന്ന് കിട്ടും. വി സ്ക്വയർ എന്ത് കിട്ടും? ആ 1/2 അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താ കിട്ടുക? 3 ക്യാപിറ്റി ബൈ എം എന്ന് കിട്ടും. ദ സ്ക്വയർ റൂട്ട് വി സ്ക്വയർ ഈസ് നോൺ ആസ് റൂട്ട് മീൻ സ്ക്വയർ സ്പീഡ് ആൻഡ് ഇറ്റ്സ് ഡിനോട്ടഡ് ബൈ വി ആർ എം എസ്. വി ആർ എം എസിൻ്റെ ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നെക്സ്റ്റ് ആണ്. ഡിഗ്രീസ് ഓഫ് freedom. The total number of independent ways in which a system can be possess energy is called degrees of freedom. A molecule has 1 degree of freedom for a motion in a line, 2 degree of freedom motion in a plane, 3 degree. ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലൊക്കെ ആയിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്.
Law of equipotential energy. Law of equipotential energy states that in equilibrium, total energy is equally distributed in all possible energy modes, which with each mode having average energy equal to 1 by 2 kBT. Each translational degree of freedom contribute 1 by 2 kBT. Each rotational degree of freedom എത്രയായിരിക്കും 1 by 2 kBT. Each vibrational degree of freedom എത്രയായിരിക്കും 2x half kBT ആണ് വരിക. അതെ 2x വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് പോയി തിരിച്ചും കണ്ടനെ വരുന്നില്ലേ, അതുകൊണ്ടാണ് കേട്ടോ. ആസ് എ വൈബ്രേഷൻ മോഡ് ഹാസ് ബോത്ത് കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് മോഡ്. കൈനറ്റിക് എനർജി ഉണ്ട്, അവിടെ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. KBT എന്നുള്ള ടോട്ടൽ കിട്ടി. ദെൻ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി നമ്മൾ ഹീറ്റിൻ്റെ അവിടെ പഠിച്ചതാണ്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഒക്കെ മോണോ ആറ്റോമിക് ഗ്യാസസിൻ്റെയാണ്. ദ molecule of a monoatomic gas has only 3 translational degree of freedom. മോണോആറ്റോമിക് ഇതാണെങ്കിൽ എന്ത് ചെയ്യും, 3 ഡിഗ്രി ഉണ്ടാവും. 3x half kBT, 3 by 2 kBT എന്ന് കിട്ടും. ടോട്ടൽ നമ്പർ ഓഫ് എനർജി ഓഫ് എ മോളിക്യൂൾ സച്ച് ഗ്യാസസ് ഈസ് നോക്കുക. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കോൺസ്റ്റന്റ് വോളിയത്തിൽ എന്താ കിട്ടുക, CVC = 3/2R എന്ന് കിട്ടും. മൈനസ് റിലേഷൻ ഇതൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അതിൽ നിന്ന് CPC = എന്ത് കിട്ടും, 5/2R എന്ന് കിട്ടും. ഓക്കെ, ഗാമാ സീക്വൽ ഡെബേറ്റി കോൺസ്റ്റന്റ് ഗാമാ = 5/3 എന്ന്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഡയാറ്റോമിക് ഗ്യാസസ് 2 മോളിക്യൂൾ ഉള്ളതിൽ എങ്ങനെയാണ് എന്നുള്ളതാണ്. റിജിഡ് ഡയാറ്റോമിക് മോളിക്യൂൾ ആണെങ്കിൽ നോക്കിക്കോളൂ എങ്ങനെയാണ്. ഡയാറ്റോമിക് റിജിഡ് റൊട്ടേറ്റർ ഹാസ് 3 ട്രാൻസ്ലേഷൻ ആൻഡ് 2 റൊട്ടേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം. Average energy of a molecule 5 into half kBT. 5/2 kBT in the total internal energy of the molecule such as U is equal to kBT into Na. Then C with equation 5/2. അതിലെ ഫൈനൽ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെക്കണം. അതെന്താ വെച്ചാൽ ആദ്യം പറഞ്ഞത് മോണോ ആറ്റോമിക് ഒരു ആറ്റം മാത്രമുള്ളതിൽ, ഇപ്പോൾ പറയുന്നത് ഡയാറ്റോമിക് 2 ആറ്റങ്ങളുള്ളത്. CVC = 5/2R CPC = 7/2R ആണ് കിട്ടിയത്. ഓക്കെ, ഗാമാ = 7/5 എന്നുണ്ട്. നോൺ റിജിഡ് ഡയാറ്റോമിക് റിജിഡ് അല്ലാതെ ഡയാറ്റോമിക് മോളിക്യൂൾ ആണെങ്കിൽ നോക്കിക്കോളൂ. നോൺ റിജിഡ് ഡയാറ്റോമിക് മോളിക്യൂൾ ഹാസ് 3 ട്രാൻസ്ലേഷണൽ ആൻഡ് 2 റൊട്ടേഷണൽ 1 വൈബ്രേഷൻ ഡിഗ്രി ഓഫ് 3 ഫ്രീഡം ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, മൊത്തം 3ഉം 2ഉം 1ഉം എത്രയായി, 6ഉം 1 അല്ലേ. ഈച്ച് ഡിഗ്രി ഓഫ് ഫ്രീഡം contribute 2 into 1/2 kBT is equal to kBT. Then average energy of a molecule 5/2 kBT in plus kBT എന്ന് വരും. That is 7/2 kBT. Total energy, internal energy of the molecule such as U is equal to 7/2 RT എന്ന് കിട്ടും. CVC = 7/2R എന്നും CPC = 9/2R എന്നും ഗാമാ = 9/5 എന്നും കിട്ടും. പോളി ആറ്റോമിക് ഗ്യാസസ് ഒരുപാട് മോളിക്യൂൾ ഉണ്ടെങ്കിൽ എങ്ങനെയാണ്, അവിടെ 3 ട്രാൻസ്ലേഷൻ ഉണ്ടാവും, 3 റൊട്ടേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടാവും, ആൻഡ് സെർട്ടൈൻ നമ്പർ ഓഫ് വൈബ്രേഷൻ മോഡും ഉണ്ടാവും അല്ലേ. F into kBT എന്ന് കൊടുത്തിട്ടില്ല വൈബ്രേഷൻ്റെ. ഓക്കെ, CVC = 3+ എത്രയാണ് വൈബ്രേഷൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം കൂടി കൂട്ടുക R എന്നാണ് വരിക. ദെൻ CPC = 4+ F into R എന്ന് വരും. F എന്നുള്ള വൈബ്രേഷൻ ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ് കേട്ടോ. ഗാമാ = 4+ F/3+ F വരും. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് സോളിഡിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്താണെന്നുള്ളതാണ്. C is equal to 3R ആണ് വരിക. അങ്ങനെ അത് വന്ന് കൺസിഡർ സോളിഡ് N ആറ്റംസ് ഉണ്ട്. ഈച്ച് വൈബ്രേറ്റിംഗ് അബൌട്ട് ഇറ്റ്സ് മീൻ പൊസിഷൻ. വൈബ്രേഷൻ ഇൻ 1 dimension ഹാസ് എൻ അവറേജ് എനർജി 2x half kBT എന്ന് വരും. kBT ഇൻ 3 dimension ആണെങ്കിലോ 3 kBT എന്ന് വരും. ടോട്ടൽ ഇന്റേണൽ എനർജി ഓഫ് ദ മോളിക്യൂൾ ഈസ് സോളിഡ് മോൾ ഓഫ് എ സോളിഡ് ഈസ് C is equal to 3R എന്ന് തോന്നുന്നു അല്ലേ. ദെൻ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടറിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി വളരെ കൂടിയ വാല്യൂ ആണെന്നുള്ള നമുക്കറിയാം. ലിക്വിഡാണ്, സോളിഡ് അല്ല. വി ട്രീറ്റ് വാട്ടർ ലൈക്ക് എ സോളിഡ്. പക്ഷെ എന്ത് ചെയ്യും, ഈ വാട്ടറിനെ നമ്മളെങ്ങനെ സോളിഡിനെ പോലെയാണ് ട്രീറ്റ് ചെയ്യുക. ആവറേജ് എനർജി ഓഫ് ഈച്ച് ആറ്റംസ് ഇൻ 3 dimension ഈസ് 3 kBT. വാട്ടർ മോളിക്യൂൾ ഹാസ് 3 atoms, 2 hydrogen and 1 oxygen. Average energy of water molecule is 3x into 3 kBT. 9 kBT എന്ന് കിട്ടും. 3 into 3 3 ഇൻറ്റു എന്നാണ് കേട്ടോ, സോറി എക്സ് അല്ല, ഇൻറ്റു എന്നാണ്.
ദ ടോട്ടൽ എനർജി ഓഫ് എ മോൾ ഓഫ് വാട്ടർ ഈസ് ക്യാപിറ്റി ഇൻറ്റു എൻ എ എന്ന് കിട്ടും. ക്യാബി ഇൻറ്റു എൻ എന്ന് പറഞ്ഞാൽ എന്താ, ആറാണ്. ഇപ്പം 9 RT എന്ന് കൊടുത്തു. സി സി ഇക്വൽ ഡെൽറ്റ യു ഡി യു ബൈ ഡി ടി, ഡി ബൈ ഡി ടി യുക്ക് പകരം എന്ത് കൊടുക്കുക, 9 RT. സി സി ഇക്വൽ ടു 9R into mean free path. The mean free path L is the average distance covered by a molecule between two successive collisions. ഇതൊക്കെ നമ്മൾ മുന്നേ പഠിച്ചതാണ്. L is equal to 1/√2n pi d square എന്ന് കിട്ടും. ഡെറിവേഷനും കൂടി കൊടുത്തിട്ടുണ്ടോ എന്ന് കൂടി നോക്കാം കേട്ടോ. നിങ്ങളെ കയ്യിലുള്ള നോട്ട് നിങ്ങൾ നല്ലോണം വായിച്ച് നോക്കണം. പിന്നെ ഏതെങ്കിലും സ്റ്റെപ്പ് എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലാവാത്ത ഏതെങ്കിലും സ്റ്റെപ്പുകൾ ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് എന്ത് ചെയ്യുക, ചോദിക്കും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.